63, 64, 65, 66, 67, ഇതെങ്ങനാ പേടാവുന്നേ? പേടായതുകൊണ്ട് വർഗീസെ, കച്ചവടമെങ്കിൽ കച്ചവടം. കച്ചവടം. ഇതാ ഇപ്പൊ കച്ചവടം. ഇത്ര എണ്ണം താൻ മാറ്റിയിട്ട് ഞാൻ സഹിച്ചു. അതിലിപ്പോ സഹിക്കാൻ എന്തായിരിക്കുന്നേ കുഞ്ഞെ? അതൊന്നും നാളികേരമല്ല, പിന്നെ അടക്കായിരിക്കും. ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടായാലും ഇത് ഞാൻ വഹിച്ചു തരുമെന്ന് കരുതണ്ട. അത്രയ്ക്കങ്ങ് ആളെ വിട്ടിയാക്കാതെ എന്റെ ചേട്ടാ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പം തിരയൊന്നുമില്ല. നോക്കട്ടെ ഞാന്. അല്ല, ഇതിലിപ്പോ ഇത്ര അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നേ. എങ്ങനെ തിരയാണ്ടിരിക്കുന്ന നാണയത്തിന്റെ തിളക്കം കണ്ട അത് പാമേത്യത്തിലായാൽ കൂടെ അവിടെ കുത്തിയിരുന്ന് ചകഞ്ഞിട്ടുള്ള വിദ്വാന്റെ വിത്തല്ലേ? അപ്പൊ അത് കാണിക്കാതിരിക്കാൻ പറ്റുമോ? അച്ഛനെ പറഞ്ഞോണ്ടല്ലോ. എന്തിനാ ഇപ്പൊ കൊടുവാളെടുത്ത? ഒന്നുകൂടെ പറയണോ തന്റെ? ഒന്നുകൂടെ പറയാൻ പറഞ്ഞാൽ മേനംകുട്ടിയോടും പറഞ്ഞില്ലല്ലോ. പിന്നെ തലപ്പോ പറഞ്ഞോ? ഞാൻ വർഗീസ് സാബിനോടല്ലേ പറഞ്ഞത്? വർഗീസിനോട് പിടിച്ചോളൂ. പോട്ടെ, ഞാൻ കള്ളും കുടിച്ചോണ്ട് എന്തെങ്കിലും ഒക്കെ പോഴത്തെ വിളിച്ച് പറയണം. മുതുക്കെ എന്നാൽ ഇവൻ ഇത്രയ്ക്കൊക്കെ പറയാറായല്ലോ. തമ്പരാനുള്ള കാലത്ത് ഇവൻ പൊട്ടനാണോ നാവുണ്ടോന്നൊക്കെ സംശയിച്ചിട്ടുള്ളതാ ഞാൻ. ഇപ്പം നിന്നോണ്ട് തമ്പുരാൻ പോയതോടെ എല്ലാവർക്കും നാവുമായി കയ്യുമായി. അവൻ എന്താ പറയാൻ പാടില്ലാത്തെ? കുടിയടപ്പുകാരനല്ലേ, അവന്റെ സൈഡിലല്ലേ എല്ലാരും. ജന്മിക്ക് ആരാ? അതേക്ക് പോ. അതെ, അങ്ങാടിയിലെ വില തിരക്കിട്ട് തന്നെയാ ഞാൻ സംസാരിക്കണേ. അതെ, 1 റുപ്യ 20 പൈസ ഉണ്ട്. 90 പൈസ തന്റെ കണക്കല്ലേ ചങ്ങായി. പിന്നെ 60 മൂട് ജാതിമരം നിപ്പുണ്ട്. എത്ര കായുണ്ടാവും പറയാൻ എനിക്കിപ്പോ ഗണിതം വശമില്ല. അത്രക്കൊക്കെ ഉണ്ടാവും. ഒരു പൊടിക്ക് മേലെ ആണെങ്കിലേ ഉള്ളൂ. എനിക്ക് നിർബന്ധമില്ലെന്നേ. ഞാൻ പറഞ്ഞ വിലക്കാണെങ്കി വന്ന് നോക്കിയാ മതി. ഇല്ലാണ്ട് വെറുതെ എന്തിനാ വണ്ടിക്കൂലി കളയണേ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പറഞ്ഞ തീയതിക്ക് വന്നില്ല അച്ഛാ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വേറെ ആളെ നോക്കും. ശരി ശരി, ആയിക്കോട്ടെ. കുളിക്കണ്ട, കണക്കും കൂട്ടിയിരുന്നോളൂ. കൊള്ളം ഒന്ന് തണുത്തോട്ടെ. ഇപ്പൊ കൂടി വെയിലിന്റെ ചൂടാറിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഇത്തിരി ശുദ്ധവും വൃത്തിയായിട്ടൊന്ന് കുളിക്കാന്നുള്ളത് എന്റെ കുട്ടിക്ക് പറഞ്ഞിട്ടില്ലല്ലോ. കുളിക്കാന്ന് പറഞ്ഞാ ഞാൻ ഇപ്പഴല്ലേ കളത്തിൽ ഇങ്ങോട്ട് വന്നുള്ളൂ. അതെന്നെ പറഞ്ഞേ. അത് തന്നെ ഞാനും പറഞ്ഞ. ആരാത് ഈ നേരത്ത്? ഋഷിയാ? വന്നൂല്ലോ. ഇനിയിപ്പോ ഉടനെ കുളി നടന്ന പോലെ തന്നെ. കിട്ടിയായിരുന്നോ? കിട്ടിയെന്റെ ഇഷ്ട. ആ പെരിച്ചാഴിയുടെ അടുത്തുനിന്ന് ഒരു സാധനം റിപ്പയർ ചെയ്ത് കിട്ടാനുള്ള ബുദ്ധിമുട്ട് ചില്ലറയല്ല. തനിക്ക് വേറെ ഒരാളെയും കിട്ടില്ലേ പണിക്ക്? അയാളെ പറഞ്ഞിട്ടെന്താ? ഈ കുന്തരാണ്ട് നില ഇതിപ്പോ എത്രാമത്തെ തവണ റിപ്പയർ? 8ഓ 9ഓ? ടിപ്പായി. ഇനി ഇവനും കിടന്ന് ഓടിക്കോളും. 8-8.5 മാസത്തേക്ക് കണ്ണു അടച്ചങ്ങ് ഓടിക്കോളും. എന്തിനാ 8 9 ആക്കിക്കൂടെ? ഒരു സംശയം ചോദിച്ചാൽ ഋഷി നീ നേര് പറയോ? ചേച്ചി ചോദിക്കും. ഈ പൊളി സാധനം ടൗണിലേക്ക് കെട്ടി വലിച്ചോണ്ട് പോണതിനും തിരിച്ചു കൊണ്ടുവരുന്നതിനും നീ ചാർജ് ചെയ്യുന്നില്ലേ? ചാർജ് ചെയ്യാന്ന് പറഞ്ഞ പൈസ വാങ്ങുക, അതന്നെ. എന്ത് ഹേ? കൃത്യമായിട്ട് അങ്ങോട്ട് എണ്ണി വാങ്ങിയിട്ടാ സാറി ഗതാഗതം നടത്തണേ. അങ്ങോട്ട് കൊണ്ടുപോകാൻ 5ഉം തിരിച്ചു കൊണ്ടുതരാൻ 6ഉം. കൃത്യം 11 റുപ്യയിലെ ട്രാൻസ്പോർട്ടേഷൻ. ഇവൻ ആരാ മോനെ ചെയ്തിട്ട് ധാരണ? അരക്കന്റെ ഉസ്താദാ. 11 റുപ്യക്ക് ചുമടെടുക്കണേ? കഷ്ടം. വൺവെട്ടിക്ക് കൂട്ട് പിക്കാസ്. എങ്ങനെയുണ്ടോ പുതിയ ബിസിനസ് ഒക്കെ? നേട്ടാൻ തോന്നുന്നു. നേട്ടം പറയാണ്ടിരിക്കാ ഭേദം. ചുറ്റുവട്ടത്ത് എവിടെങ്കിലും ഒരു ബൾബ ഫീസായ കടയൊരു കച്ചവടം ഉണ്ടാവും. വയറും കേബിളും മറ്റു മാരണങ്ങളും എല്ലാം വാങ്ങിയ മാതിരി തന്നെ ഉണ്ട്. തുരുമ്പിക്കാണ്ടിരുന്നാ മതിയായിരുന്നു. തുരുമ്പിക്കാണ്ടിരിക്കണേലേ അതിനെതിരെ പണിയുണ്ടേ. താനാ റോഡറുമ്പത്ത് സിംഹാസനം പോലത്തെ ഒരു കസേരമേലിരുന്ന് ചെയ്യണ പണി എന്താണെന്ന് എനിക്കറിയാം. ഇളനീർ. റോഡേ പോണ പാരലിൽ പരലുകളെ നോക്കിയിരുന്നേ ഇളനീർ. താൻ പറഞ്ഞാലും നേരില്ലാതില്ല എന്റെ ഇഷ്ട. അവിടെ ഇരുന്നാ വല്ല നല്ല കാഴ്ചകളെങ്കിലും കാണാം. അതും അവിടെ കുത്തിയിരിക്കുന്നതിനൊരു കാരണമാ.
ഇവിടെ കുഗ്രാമത്തിൽ എന്ത് കാണാനാ? കുഴിമ്പ്രം പടിഞ്ഞാറ്റയിലെ കുഞ്ഞാന്നും പറഞ്ഞ കുഴിയാനും അതിൽ കഴിയാം. മണ്ണാർത്തുള്ളിലെ തമ്പുരാന്റെ മനാന്നും കൊഴിച്ചോണ്ട് താൻ കഴിയണ പോലെ. പിന്നെ ചില ആലോചനകളൊക്കെ വന്ന് മുട്ടിത്തിരുന്ന ടൈമല്ലേ? എന്താ ജോലിയെന്ന് ചോദിച്ചാ ടൗണിൽ ബിസിനസ്സാന്ന് പറയുന്ന ഒരു പഴുതായല്ലോ. ആനയും കാണാം, അപ്പിയിടാന്ന് പറയണ പോലെ. പക്ഷെ ഇപ്പൊ കേട്ടിടം വെച്ച് കാണല് മാത്രമല്ലെന്നാ തോന്നണേ. അപ്പിയിടല് കഷ്ടിയാ. മഹാലക്ഷ്മി അങ്ങനാ. നേരെ ചങ്ങാതി, ടൗണിൽ ഓരോ ആമ്പിള്ളേര് കാട്ടിക്കൂട്ടണ വിക്രസുകൾ കാണണം. അതോ ഇത്ര പോകുന്ന കുട്ടികള്? ടൗണിന്റെ കാര്യം എന്തിനാ പറയണേ? താൻ ഈ ആഴ്ചയിൽ ഒരിക്കൽ പറഞ്ഞുകൊണ്ട് അറിയുന്നില്ല. ഇവിടെ എന്താ പൂരെന്ന പൊടികളിരുന്നേ അവറ്റകളുടെ എക്സ്പീരിയൻസ് പറയണ കേക്കണം. എക്സ്പീരിയൻസ് ശരിക്കും ഉള്ളത് ഞെട്ടും. നമുക്കൊന്ന് ബ്രേക്ക് ചെയ്യേണ്ടതിന്റെ ഇഷ്ടാ. ചെയ്തോ? ചെയ്യണ്ടെന്ന് ആരാ പറഞ്ഞേ? നിന്റെ വീട്ടിന്റെ തൊട്ടപ്പുറത്തല്ലേ ആ ത്രേസ്യ ജോസിന്റെ വീട്? അയ്യേ, എന്തയ്യേ? അവളാ ഇപ്പൊ നാട്ടിലെ ക്ലിയോപാട്ര, ഇവിടുത്തെ ഇപ്പോഴത്തെ കോലക്കുയിൽ. അതെയോ? അതേന്നെ, നാട്ടിലെ ആൺകുട്ടികൾ മുഴുവൻ അവളുടെ പിന്നാലെയല്ലേ. ഇടയ്ക്ക് അവള് ടൗണിൽ വന്ന് വിലസാറുണ്ടെന്നാ കേക്കണേ. അന്വേഷിച്ച് കാറുകൾ വരലോ, കാറിൽ പോകലോ, എന്തൊക്കെയോ പറഞ്ഞ് കേക്കണുണ്ട്. അയലുകാരി കുട്ടിയല്ലേ, ഒന്നും മുട്ടി നോക്കിക്കടോ. എന്താ നഷ്ടം? ചേച്ചേ, നാട്ടിൽ നാറാൻ പാടില്ല. ഇവിടെ നമുക്ക് രണ്ടാക്കും ഒരു സ്റ്റാറ്റസ് ഉള്ള കളഞ്ഞു വിളിച്ചാ പിന്നെ എവിടെ പോയിട്ടാ നിൽക്കാൻ പറ്റുക? അതൊക്കെ വളരെ കരുതി നിന്നില്ലെങ്കിലേ ആകെ തരാറാവും. ഇക്കണക്കിന് താൻ കോൺസ്റ്റിപ്പേഷൻ പിടിച്ച് ചാവുകയേ ഉള്ളൂ. താനും. അതെ, ഈ ദേവി ഇലക്ട്രിക്കൽസ് എവിടെയാണ്? ദാ അങ്ങനെ പോയാ മതി. അങ്ങനെയാ? കണ്ടുപിടിച്ചു. തന്റെ കട കണ്ടുപിടിക്കാൻ ഇത്തിരി പാടന്നെ. 100 ആളോട് ചോദിക്കണം. താനിവിടെ എന്താപ്പോ? എന്താ ചൂട്. ജോസേ, 2 ചായ. ചായ ഒന്നും വേണ്ട, പോയിട്ട് ധൃതിയുണ്ട്. അതിനിങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. എന്നുവെച്ചിട്ട് ധൃതി വല്ലെന്നുണ്ടോ? സ്റ്റൈലായിട്ടുണ്ടല്ലോ എന്റെ കച്ചവടം. വല്ലാത്ത കെട്ടിമാറാപ്പണല്ലോ. അല്ല, എന്താ ഇപ്പൊ സംഗതി? സംഗതി ഒരാട്ടിന്റെ തല വാങ്ങണം. അമ്മയ്ക്കൊരു സൂപ്പ് വയ്ക്കാൻ. ഈ വാദത്തിന്റെ ശല്യം വല്ലാതെ. ഇവിടെ ആവുമ്പോ നാട്ടിലെ പോലല്ല, സാധനം ഫ്രഷ് ആയിട്ട് കിട്ടും. പിന്നെ പോകുന്നതല്ലേ, ലേശം പച്ചക്കറി കൂടെ വാങ്ങിക്കളയാ. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിന്റെ പാതി വിലയുള്ളൂ പച്ചക്കറിക്ക് ഇവിടെ. എന്നാലും ഒരാട്ടിൻ തലയും പച്ചക്കറി വാങ്ങാൻ വേണ്ടിട്ട് താൻ ഈ 14 കിലോമീറ്ററിന്റെ ബസ് കൂലി കളയോ? ഇപ്പൊ വിശ്വാസമായല്ലോ. എന്നാ വാ, ഇറങ്ങിക്കോ. വണ്ടി വർഷാപ്പില്ല. താൻ വണ്ടി എടുക്കണ്ട എന്റെ ഇഷ്ടാ. ജോസേ, ഞാനിപ്പോ വരാട്ടോ. സാർ, ദാ 20, 22, 23. ഇത് പറഞ്ഞത്ര ഇല്ലല്ലോ. അത്ര മതി എന്ന് പറഞ്ഞാ എന്ന് പറഞ്ഞാ അത് തന്നെ. ഇത് ₹1 എണ്ണി തന്നെ ഞാൻ തന്നെ. കുറവ് നിങ്ങൾ പറഞ്ഞിരുന്നല്ലേ? ഞാൻ പറഞ്ഞ കാശ് ഞാൻ തന്നല്ലോ. അത് കൊള്ളാം. നിങ്ങളപ്പോ വില തീരുമാനിക്കണേ. ഇക്കാര്യത്തിൽ ഇപ്പൊ ഞാനാ തീരുമാനിക്കണേ. ഇതൂടെ വെച്ചോ. അല്ല ഇത് അത് മതിന്നേ. ശവത്തിന്റെ തലയ്ക്കൊരു വില പേശല്. അത് തന്നെ ഞാനും പറയണേ. അത് തന്നെ ഞാനും പറയണേ. ആവൂ, എന്താ ഒരു ഉഷ്ണം. ചൂട് തുടങ്ങണേ ഉള്ളൂന്നാ പറയണേ. ശരിക്കും ഞങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുറിയൊക്കെ നെരിപ്പടാ. സമ്മതിക്കണം, സമ്മതിക്കണം ചങ്ങായി. നമുക്ക് ഒരു നാരങ്ങ വെള്ളം കാച്ചിയാലോ? ഉപ്പിട്ട ഒരു നാരങ്ങ വെള്ളം ഈ ചൂടത്തേക്ക് ബെസ്റ്റ് അല്ലേ? ബെസ്റ്റൊക്കെ തന്നെയാ. പക്ഷെ ഉറുപ്പിയ 2 മാറും. പോട്ടെന്നേ, കുറച്ചൊക്കെ സൂചിച്ചില്ലെങ്കിൽ പിന്നെ ഈ സമ്പാദിക്കണേൽ എന്താ അർത്ഥം അല്ലേ? ഉപ്പിനിയും വേണ? ഉപ്പോ? ഉപ്പാകുമ്പോ ചെലവില്ലല്ലോ അല്ലേ? ഐസില്ലേ? ഐസില്ല. ഐസില്ലാണ്ട് പിന്നെ എന്തിട്ട് അറിയാലോ? ഐസില്ല. ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള കാര്യം നേരത്തെ പറയാറുന്നില്ലേ?
ഓഹോ നേരത്തെ ചോദിച്ചല്ലോ ഓ ചോദിക്കണായിരിക്കും. ആ വേണ്ടി വരും. അപ്പൊ താൻ എന്ത് കണക്കാക്കിട്ട് എഴുതി തൂക്കിയിട്ടിരിക്കണേ? കൂൾ ഡ്രിങ്ക്സ് പറഞ്ഞാൽ എന്താ അർത്ഥം? തണുത്ത വെള്ളന്നാ അറിയാം നിനക്ക് കന്നാലി. ഇനിയിപ്പോ ആദ്യം തൊട്ട് സ്കൂളിലാ പോയി പഠിച്ചു വരാം. എന്താ 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 വേണ്ട ജയകൃഷ്ണ. താനൊന്നും മിണ്ടായിരിക്കണോ? കഷ്ടപ്പെട്ടുണ്ടാക്കണ കാശെടുത്ത് കൊടുക്കണം പോരാ, പിന്നെ ഇവന്റെയൊക്കെ വായിന്ന് വീണം കേൾക്കണോ? വേണമെങ്കിൽ കുടിച്ചാ മതി, വേണ്ടെങ്കിൽ ദാ അവിടെ വെച്ചിട്ട് പോയിക്കോളൂ. കാശ് തന്നാലും വിരോധമില്ല. എന്റെ ഒന്നും സൗജന്യം എനിക്ക് വേണ്ടടാ. ഈ നാരയുടെ നാരങ്ങളും നമുക്ക് വേണ്ട. നീയാ കുടിച്ചോ. ഐസുള്ള നാരങ്ങളും കുടിക്കാൻ കിട്ടുമെന്ന് നോക്കണമല്ലോ. വാടാ.